മനസ്സിലില്ലാത്തതൊന്നും നിന്റെ നാവിലൂടെ വരില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? എടുത്തി പറ, ഇതൊക്കെ മനസ്സിൽ വെച്ച് എനിക്ക് എങ്ങനെ ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാ? മോളെ, ആരുടെയും തലവിധി മാറ്റിക്കുറിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യേ വേണ്ട. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് എന്തും കിട്ടൂ. എങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടെ? അച്ഛനെനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അച്ഛനെനിക്ക് വീട്ടിൽ കൊണ്ട് തരുമായിരുന്നല്ലോ. കണ്ടു എടുത്തി അവളുടെ തർക്കുത്തരം. നമ്മൾ കരുതും പോലൊന്നല്ല. അവിടുന്ന് വന്നതിലും ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഇവള്. നേരത്തെ അമ്മാമ്മ ഗുണദോഷിച്ചപ്പോഴും ഇവളുടെ മട്ടുമാതിരിയൊക്കെ എടുത്തി കണ്ടതല്ലേ? ശരിയാ, അവരുടെ പ്രായത്തെ ഓർത്തെങ്കിലും മോൾക്കൊന്നും മിണ്ടാതിരിക്കായിരുന്നു. എനിക്ക് അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതില് മനസ്സുകൊണ്ട് എതിർപ്പുള്ളവരവര്, അതെനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല. ഞാൻ കണ്ടെടുത്തോളം എനിക്ക് തോന്നിയത് ഒരു ദോഷവും ഇല്ലാത്തൊരു സ്ത്രീ അവരെന്ന. അമ്മയ്ക്ക് പിന്നെ ചിരിച്ചു കാണിക്കുന്ന മുഖങ്ങളൊക്കെ പവിത്രമാണല്ലോ. രാത്രിയോർക്കം അവരുടെ മുറിയിലായിരിക്കണമെന്നല്ലേ കൽപ്പന. എന്നിട്ട് എന്താ പോവാത്തെ? മോളേക്കാൾ സ്നേഹം അവരോടാണെങ്കിൽ ഇവിടെ എന്തിനാ നിക്കുന്നേ? അങ്ങോട്ട് പോവരുതോ അമ്മയ്ക്ക്? പൊയ്ക്കോളാം മോളെ. നിന്റെ നന്മയ്ക്ക് വേണ്ടി പെറ്റമ്മ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടാതായെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. അമ്മമ്മയുടെ മുറിയിലോട്ടല്ല, ഈ ഭൂമിന്ന് തന്നെ. എന്തിനാ ഗീതേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജിഷമോടെ ഇന്ന് വന്ന രമണിയാൻജി ഓയ്. അമ്മാമ്മ അവളെ നിങ്ങളെയും കാത്ത് ഉറങ്ങാതിരിക്കുക. പെട്ടെന്ന് കൂടി ചെല്ലാൻ പറഞ്ഞു. ഇല്ല, ഞങ്ങള് മൂന്നാളും ഇന്ന് ഇവിടെ കിടന്നോളാം. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ അമ്മാമ്മയോട് ചെല്ലാൻ സമ്മതിച്ചതാ. എടുത്തി, ഞാൻ പോണു. അപ്പൊ രമണിയാൻറ്റി മോളും തമ്മി പിണങ്ങിയല്ലേ? സാരമില്ല മോളെ. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയി. ആ, എന്നതാ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വാ, വന്ന് കിടന്നോ. ഞാൻ താഴെ പാവരിച്ച് കിടന്നോളാം അമ്മാമ്മേ. അതെന്നാത്തിനാ? ഇങ്ങോട്ട് ഇരിക്കു നീ. ഇതെന്നാ കണ്ണും മൂക്കും ഒക്കെ വല്ലാതിരിക്കുന്നേ? ജിഷമോളുടെ കാര്യം ഓർത്തിട്ടാണോ? ഏയ്, അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. സത്യം പറഞ്ഞാൽ നിനക്ക് അവളോടുള്ള സ്നേഹം കാണുമ്പം നീ ആ കൊച്ചിന്റെ പെറ്റ തള്ളയാണെന്ന് തോന്നിപ്പോകും. ഇല്ല അമ്മാമ്മേ, എനിക്ക് അത്രയ്ക്ക് വിഷമമൊന്നുമില്ല. ആ, എന്നാ നമുക്ക് കിടക്കാം. നേരത്തെ ഔട്ട് ഹൗസിന്റെ ഭാഗത്തോട്ട് ഓടി ഇറങ്ങിയിട്ടാണെന്ന് തോന്നുന്നു. രണ്ട് കാലിലും വല്ലാത്തൊരു വേദന. അമ്മാമ്മ കിടക്ക്, ഞാൻ കുറച്ചു നേരം കാല് തിരുമ്മിത്തരാം. ഏയ്, അതൊന്നും വേണ്ട. സാരമില്ല, ഇതും അവള് കാരണമല്ലേ. ഞാൻ തടവിത്തരാം. അമ്മാമ്മ കിടക്ക്. കിടക്കമ്മാമ്മേ. ഓ,
എന്തൊക്കെ സുഖങ്ങളുണ്ടായാലും സ്വന്തം മക്കളെ കൊണ്ട് അനുഭവയോഗമില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ദുഃഖ. മക്കളെ സ്നേഹിക്കാനുള്ള മനസ്സല്ലാതെ അമ്മയാകാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ നിനക്ക് തന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ അമ്മാമ്മയ്ക്ക് സങ്കടമുണ്ട്. അമ്മയാവുക, പിന്നെ അമ്മാമ്മയാവുക, യോഗം ഉണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് മക്കളൊക്കെ ഉണ്ടായി കാണുക എന്ന് പറഞ്ഞ അതൊരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ പുണ്യ. എൻ്റെ മകളുടെ കുഞ്ഞിനെ താലോലിക്കാൻ എനിക്ക് യോഗം ഉണ്ടായില്ല. ഇനി അവളുടെ മകളായ നാദിരമോൾക്കൊരു കുഞ്ഞ് പിറന്ന് കണ്ടിട്ട് വേണം ആ സങ്കടം തീർത്ത് എനിക്കങ്ങ് പള്ളിപ്പറമ്പിലോട്ട് പോകാൻ. കർത്താവ് തമ്പുരാൻ സമ്മതിക്കുവോ ആവോ? അമ്മേ, പുറത്തേക്ക് പോ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമമല്ലേ? എന്നാലും അമ്മ ഇറങ്ങിപ്പോകുന്നു ഞാൻ കരുതിയില്ല. എനിക്ക് ഈ സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ. അമ്മയ്ക്കെങ്കിലും അത് മനസ്സിലാക്കിക്കൂടെ? മനസ്സിലാകാഞ്ഞിട്ടല്ല മോളെ, അമ്മയ്ക്കും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയെന്നായിരിക്കുന്നു. ആ അമ്മാമ്മ എന്തൊക്കെയോ മനസ്സിലാക്കിയ മട്ടിൽ എന്നോട് പെരുമാറുന്നേ. ഇനി ഇവിടെ നിന്ന അമ്മ ശ്വാസം മുട്ടി ചത്തുപോകും. എങ്കിൽ നമുക്ക് കാലത്ത് തന്നെ ഇവിടുന്ന് പോയാലോ അമ്മേ? ആ അമ്മാമ്മയെ കണി കാണാൻ പോലും എനിക്കിനി പറ്റില്ല. അയ്യോ, അതൊന്നും വേണ്ട മോളെ. നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് പോയാ നിനക്ക് പിന്നെ ഒരിക്കലും ഇവിടെ തിരിച്ചു വരാൻ പറ്റില്ലെന്ന് വരും. അതിനൊരുക്കണം മോള്. തിരിച്ചു വരാനൊക്കെ പറ്റും. അമ്മാമ്മയെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ ഇവിടുന്ന് പോയെന്ന് അച്ഛനോട് പറയും. പിന്നീട് ഒരിക്കലും ഇവിടെ സീറ്റില്ലാതാവുന്നത് അമ്മാമ്മയ്ക്കായിരിക്കും. അതൊക്കെ ദ്രോഹമല്ലേ മോളെ? ഒരുപാട് ലോകം കണ്ട സ്ത്രീയാ അവര്. നീ കരുതും പോലെ അത്രയ്ക്ക് മോശപ്പെട്ടവരുമല്ല. അങ്ങനെയുള്ള അമ്മാമ്മയെ നമ്മളായിട്ട് ഇവിടുന്ന് തെറ്റിക്കണം. വേണം. എനിക്കിവിടെ നിലനിൽക്കണമെങ്കിൽ അവരിവിടുന്ന് പോയേ പറ്റൂ. അച്ഛനു വേണ്ടി തിരിച്ചെത്തിയ അവരിവിടുന്ന് സ്വമേധയായി പൊയ്ക്കോളൂ മോളെ. അതിന് നീയായിട്ടൊന്നും ചെയ്യേണ്ടെന്നാ അമ്മയുടെ അഭിപ്രായം. ഞാൻ നാളെ അങ്ങ് പോവും. നിനക്കൊരു കൂട്ടായിട്ട് മണിയെടുത്ത് ഇവിടെ നിൽക്കട്ടെ, അത് മതി. പോരാ, ചില നേരത്ത് ആ അമ്മവേഷം കാണുന്നത് എനിക്ക് വെറുപ്പാ. ഷോ, അങ്ങനെയൊന്നും പറയല്ലേ. നിന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. സ്വന്തം മകളെ പോലെ തന്നെയാ അവര് നിന്നെ കാണുന്നേ. സ്വന്തം മോള്. അമ്മ ഇങ്ങ് പോന്നപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കാൻ കിടത്തിയിട്ട് അവരാ ആദ്യം ഉറങ്ങിയത്. സ്വന്തം അമ്മയ്ക്ക് അങ്ങനെ പറ്റുമോ? ആ കരവലയത്തിനുള്ളിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോരുമായിരുന്നു ഞാൻ. ഷോ, ഒന്ന് പതുക്കെ. നിന്റെ ഒച്ച കൂടുന്നു. വല്ലവരും ഉണർന്നു വന്നാ. എന്നാ അമ്മ വാ, നമുക്ക് പോയി കിടക്കാം. എനിക്ക് അമ്മയുടെ ഒപ്പം ഉറങ്ങണം. വേണ്ട മോളെ, നീ ഇന്ന് മണിയെടുത്തിയോടൊപ്പം കിടക്ക്.
ഇല്ലെങ്കിൽ ആ അമ്മാമ്മ എങ്ങ ഉണർന്നു വന്ന ഉണർന്നല്ലെന്താ ഇള്ള കുട്ടിയാണോ പേടിച്ചു കരയാൻ? അമ്മയോട് വരാനാ പറഞ്ഞത്. This city is getting on my nerves. മടുത്തു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജെഡിയുടെ അവസ്ഥ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മലയാളത്തിലെ പോലെ ഫാസ്റ്റ് വർക്ക് അല്ല ഇവിടെ. ഇവരൊക്കെ വളരെ പെർഫെക്ഷനിസ്റ്റുകളാ. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. അതൊരു കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ ജെഡി? കംപ്ലൈൻ്റ് ആയിട്ട് പറയണ്ട. പക്ഷേ നമുക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ താമസം തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. മറ്റു പ്രോജക്ട്സ് ഒന്നും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ ജെഡി. ആ സ്ഥിതിക്ക് ഏറ്റെടുത്ത വർക്കിന്റെ പെർഫെക്ഷന് വേണ്ടി അല്പം ത്യാഗം സഹിക്കുന്നതിൽ എന്താ കുഴപ്പം? നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനിയും 5 days എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാത്തു കെട്ടി കിടക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. പ്ലീസ് ജെഡി, എന്റെ ലൈഫിൽ ഇത് അവസാനത്തേതാണെന്നെങ്കിലും കരുതി. എന്തിനാ അവസാനത്താക്കുന്നേ? നിന്റെ കലാപരമായ കഴിവിനോ താല്പര്യങ്ങൾക്കോ ഞാൻ എതിരല്ല. പക്ഷേ ഒറ്റയ്ക്ക് വന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അതല്ല ഞാനും കൂടി അതിൽ ഇൻവോൾവ് ആവണം എന്നൊക്കെ പറയുന്ന വാശി എനിക്ക് മനസ്സിലാവാത്തത്. സോറി ജെഡി, ഞാൻ കരുതിയത് എന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ അറിയുന്നുണ്ട് എന്റെ കാര്യത്തിൽ ജെഡിക്കുള്ള മനസ്സിലാവായികകൾ. ഐ എം സോറി. ജെഡിയെ ബുദ്ധിമുട്ടിച്ചതിന്, സമയം അപഹരിച്ചതിന് ഒക്കെ. മനസ്സിൽ എന്തൊക്കെയോ വെച്ച് സോറി പറഞ്ഞുകൊണ്ടൊന്നും നഷ്ടപ്പെട്ട സമയം ആർക്കും തിരിച്ചു കിട്ടില്ല. ഒരു ജീവിതത്തിൻ്റെ ഒരുപാട് സമയങ്ങൾ ഒന്നും ചെയ്യാനാവാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എനിക്ക്. ബാക്കിയുള്ളത് വെച്ച് ഒരുപാട് ചെയ്തു തീർക്കാനുമുണ്ട്. ആ ചെയ്തു തീർക്കാനുള്ളതിൽ ഞാനില്ലെന്നാണോ? എനിക്ക് വേണ്ടി ഒട്ടും സമയം നീക്കി വെച്ചിട്ടില്ലെന്നാണോ? എന്നല്ല, നീയും അതിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം. എങ്കിൽ പിന്നെ ആർക്കോ വേണ്ടി നഷ്ടപ്പെട്ടു പോയ സമയത്തിന്റെ കണക്ക് ദയവായിട്ട് എന്നോട് പറയല്ലേ. ജീവിതത്തിന്റെ ആദ്യ പടവിൽ കാലം ഒന്നി നിന്നതേ ഉള്ളൂ ഞാൻ. ജെഡിയുടെ ബാക്കിയുള്ള സമയങ്ങൾ എനിക്ക് വേണ്ടി മാത്രമുള്ളതാ. അതിലൊരു നിമിഷം പോലും വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. നീ ഇപ്പോഴും മറ്റെന്തൊക്കെയോ മനസ്സിൽ വെച്ചാ സംസാരിക്കുന്നത്. യെസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ജിഷയുടെ കാര്യം തന്നെയാണ്. ജെഡി ഇപ്പൊ തിരിച്ചു പോകാൻ തിരക്ക് കൂട്ടുന്നത് അവളെ ഓർത്തിട്ടല്ല എന്ന് ഈ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ? നിഷേധിക്കുന്നില്ല. നിന്റെ കാര്യത്തിൽ അതേ ഉത്കണ്ഠ എനിക്ക് അവളിലുമുണ്ടെന്ന സത്യം ഞാൻ നിന്നോട് പറയുകയും നീ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പൊ ഈ കാണിക്കുന്ന ഉത്കണ്ഠ ഒരുപാട് ഓവറും തികച്ചും ബാലിശമാണ്. ഇങ്ങോട്ട് വന്നപ്പോ അവളുടെ കാര്യങ്ങൾ നമ്മൾ അമ്മമ്മ ഏൽപ്പിച്ചിട്ടല്ലേ വന്നത്. ആ സ്ഥിതിക്ക് അവളെ ആരും തട്ടിക്കൊണ്ടു പോവില്ല എന്ന് ചിന്തിക്കാനെങ്കിലും ജെഡി ശ്രമിക്കണം. അതല്ല അവളെ തന്നിഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോന്നുള്ള പേടിയാണെങ്കിലേ അത് പറ. നോ, എന്റെ വാക്കുകളിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജെഡിയുടെ സ്നേഹത്തിന് അഹങ്കാരത്തിന് തിരിച്ചടിയല്ല അവൾ തരുന്നതെങ്കിൽ ഒരു വാക്ക് പോലും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി അവൾ അമ്മയോടൊപ്പം പോവില്ലായിരുന്നു. മതി, അവൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്കുമുണ്ട് പങ്ക്. കുട്ടിക്കാലത്ത് എന്നോ എടുത്തു വളർത്തിയ ഒരു സ്ത്രീ ആ ആശുപത്രി വന്നു എന്ന് പറഞ്ഞ് നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതിന്റെ പേരിൽ മാത്രമാണ് ജിഷൻ തിരിച്ചു പോയത്. ഓക്കെ, ശരി. ജെഡിയുടെ പൂർവ്വകാല ബന്ധങ്ങളൊക്കെ കളങ്കം പറ്റത് തന്നെ ഞാൻ സമ്മതിച്ചു. അവർക്ക് വേണ്ടി കരുതി വെച്ച സമയങ്ങളൊന്നും എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തണ്ട. മനസ്സവിടെ വെച്ചിട്ട് ഇവിടെ നിന്നാ എനിക്ക് സുരക്ഷിതത്വമല്ല, അസ്വസ്ഥതയാ തോന്നുന്നത്. അതുകൊണ്ട് ജെഡി പൊയ്ക്കോളൂ, നാളെ തന്നെ. അതാ എനിക്ക് ആശ്വാസം. എനിക്കും സംശയം ഉണ്ടായിരുന്നു അമ്മാമ്മേ. അതുകൊണ്ടല്ലയോ ഉറക്കം വളച്ച് ഞാനിരുന്നത്. ആ കൊച്ചു അമ്മാമ്മയുടെ മുറിലോട്ട് കയറി വരുന്നതും ആൻറ്റിയെയും കൂട്ടി ഇറങ്ങി വരുന്നതും കണ്ടപ്പോൾ ഞാൻ കരുതി അമ്മാമ്മ നല്ല ഉറക്കമായിരിക്കുമെന്നാ. ഉറങ്ങാനോ? ഞാനോ? നല്ല കഥയായി. എൻ്റെ നാദരമോളുടെ ഉറക്കം കെടുത്താൻ വന്നവരെ അവരുടെ പാട്ടിന് വിട്ടേച്ച് ഞാൻ ഉറങ്ങുവാടോ? അമ്മാമ്മ എഴുന്നേറ്റ് വന്നത് എന്തായാലും നന്നായി. സത്യം എന്താ നേരിട്ട് കണ്ടല്ലോ. ഞാൻ പറഞ്ഞാലും അമ്മാമ്മ അത് വിശ്വസിക്കത്തില്ല. ശരിയാടോ, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും മാത്രമേ ഞാൻ വിശ്വസിക്കൂ. ദേ, ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. ആ കൊച്ച്
മണിയമ്മ പ്രസവിച്ച മകളല്ല. അതിന്റെ തള്ള ആന്റി എന്ന് പറഞ്ഞു വന്ന ആ രമണി തന്നെയാ. ഇനി നാദിരമോള് ആസ്പത്രിയിൽ വെച്ച് കണ്ടവള് തന്നെയാണോ ഇതെന്നും, അഥവാ ആണെങ്കിൽ എന്നാതിനാ ഈ ആൾമാറട്ടെന്നും അറിയണം. എത്രയും പെട്ടെന്ന് നാദറ കുഞ്ഞിനോട് തിരിച്ചു വരാൻ പറഞ്ഞു. കയ്യോട് തെളിയിക്കണം അമ്മാമ്മൻ. അതൊന്നും വേണ്ട. അവൾക്ക് അവളുടെ ജോലി ചെയ്യാൻ വേണ്ടിയല്ലേ ഇക്കാര്യം എന്നെ ഏൽപ്പിച്ചത്. അവൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നേച്ചാ മതി. അപ്പോഴേക്കും ആന്റി എന്ന് പറഞ്ഞ് വന്നപ്പോൾ തിരിച്ചു പോയാലോ? പിന്നെ തിരി കത്തിച്ച് നോക്കിയാൽ കാണത്തില്ല ഇതിനെയൊന്നും. അതിനൊക്കെ വഴിയുണ്ടടോ. താൻ ഇപ്പൊ തന്നെ പോയി ഏതെങ്കിലും ഒരു സ്റ്റുഡിയോക്കാരനെ കൂട്ടിയേച്ച് വരണം. നമുക്ക് എല്ലാവരെയും ചേർത്തൊരു ഫോട്ടോ എടുത്ത് അങ്ങ് വെച്ചേക്കാം. അത് ബുദ്ധി. ആശുപത്രി കിടന്നോട് തന്നെയാണ് എവളെന്ന് നാദറ കുഞ്ഞിന് മനസ്സിലാക്കാൻ അത് മതി. അതുകൊണ്ട് നമ്മുടെ ജോലി തീർന്നില്ല. വേറൊരുത്തിയുടെ മകളെ മണിയമ്മയും വിഷും എന്തിന് സ്വന്തം മകളാണെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തി. നാദിര തിരിച്ചു വരുമ്പോഴേക്കും അതുകൂടെ നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. അതിപ്പോ നമ്മളായിട്ട് ചോദിച്ചാ ഇതുങ്ങളുടെ വായിന്ന് സത്യം വല്ലതും വീഴും അമ്മാമ്മേ. ആ രമണി ഒരു പാവമാ. 2 ദിവസം കൂടി ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റിയാൽ തഞ്ചത്തിൽ കൂടി അവളിൽ നിന്ന് തന്നെ ഞാൻ സകലതും മനസ്സിലാക്കും. ഏയ്, അതെന്തായാലും നടക്കത്തില്ല. തള്ള പാവമാണെങ്കിൽ വിറ്റ് വിളഞ്ഞതാ. ആ കൊച്ചു രണ്ടാളെയും കൂട്ടി ഉടനെ ഇവിടുന്ന് മുങ്ങാനിടയുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാ? ജേഡി നാദരമോളും വരാതെ അവളെ ഞാൻ ഇവിടെ നിന്ന് വിട്ടെങ്കിലല്ലയോ. വന്നവര് 2 പേര് ചിലപ്പോ പോയേക്കും. അല്ലാതെ അവൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കിയാലേ ദേ ഈ മാറിയത്തിന്റെ വിധം മാറും. അമ്മാമ്മ എന്നായോ നൈ പറയുന്നത്? എന്തിനും പോന്ന എനവാ അത്. തെളിച്ച വഴിക്ക് നടന്നില്ലെങ്കിൽ നടന്ന വഴിക്ക് തെളിക്കുന്നതായിരിക്കും അമ്മാമ്മയുടെ അഭിമാനത്തിന് നല്ലത്. എന്നതായാലും താൻ പോയി ആ ഫോട്ടോക്കാരനെ ഏർപ്പാടാക്ക്. അപ്പോഴേക്കും എന്നതാ വേണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരാം. ഇതാ പിന്നെ ഒരു കാര്യം, നാദിരമോള് തിരിച്ചു വരുന്നത് വരെ നമ്മളല്ലാതെ മറ്റൊരു കുഞ്ഞും അറിയരുത്. ആരും അറിയാതെ നമ്മളിത് തീർത്തിരിക്കും. മോളെ, നീ നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാണോ പോകാൻ ഇറങ്ങുന്നത്? അതെ, ആ തള്ള ഇവിടെ ഉള്ളപ്പോ അച്ഛൻ തന്നെ വിളിച്ചു പറഞ്ഞാലും ഞാൻ ഇവിടെ നിൽക്കില്ല. അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ വേണം. അച്ഛൻ ഇവിടെ ഇല്ലാത്തതിന് പകരമല്ലേ അവരിവിടെ നിൽക്കുന്നത്? അച്ഛൻ ഇല്ലാത്തതിന് പകരമല്ല, ആന്റി ഇല്ലാത്തതിന് പകരോ. ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ ആന്റി അവരിവിടെ നിർത്തിയത്. അതിന് നിനക്കിവിടെ മുതിർന്നവരനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ എന്താ? എന്നെ കാണുന്നു പറഞ്ഞു ഞാൻ വന്നു, ഒരു രാത്രിയുടെ തങ്ങുകയും ചെയ്തു. ഇനി എന്നെ അങ്ങ് വിടാന്നല്ലാതെ നീ എന്തിനു കൂടെ വരുന്നേ? സ്റ്റഡി ലീവിന് ഇവിടെ ഇരുന്ന് പഠിച്ചാ പോരെ? ഓഹോ, അപ്പോ ഞാനിനി അങ്ങോട്ട് വരണ്ടാന്നായോ അമ്മയ്ക്ക്? അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ ഒപ്പം വന്ന് വെറുതെ സംശയത്തിന് ഇട കൊടുക്കണ്ടെന്നല്ലേ? അല്ലെങ്കിൽ നീ എന്നേക്കുമായി തിരിച്ചു വാ. അത് അമ്മയ്ക്ക് ഇഷ്ടാ. ഇപ്പൊ തന്നെ പോവാ. എന്താ? അപ്പോ ഇവളുടെ കോളേജും പഠിപ്പൊക്കെ നീ എന്ത് ചെയ്യും? ഒരു വാശിക്ക് എന്തും വേണ്ടെന്ന് വെക്കാം. പിന്നെ അതൊക്കെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം രണ്ടാളും ഓർത്താ നല്ലത്. ഇവളുടെ ദുശാഠ്യം കാണുമ്പോ ഞാൻ പിന്നെ എന്താ എടുത്തി പറയേണ്ടത്? ഇവളുടെ കാര്യത്തിൽ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിന്നറിഞ്ഞ എനിക്ക് പിന്നെ എന്താ ഒരു സമാധാനം? അമ്മ ഈ പേടിക്കും പോലൊന്നും ഇനി ഇവിടെ സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇല്ലെങ്കിൽ അമ്മ ഞാൻ ഇങ്ങോട്ട് വിളിക്കോ? ധൈര്യം ധിക്കാരമായ അപകട. അമ്മാമെ അനുസരിക്കാതെ നീ ഇവിടുന്ന് പോകാൻ ഒരുങ്ങുന്നത് നിന്നെ വളർത്തുന്നവരോട് ചെന്ന് ധിക്കാരാണെന്നേ ഞാൻ പറയൂ. അതെ മോളെ, അമ്മ പൊയ്ക്കോട്ടെ. ഏതായാലും വന്ന സ്ഥിതിക്ക് 2 ദിവസം കൂടി വേണമെങ്കിൽ ഞാനിവിടെ നിൽക്കാം. വേണ്ട, നിങ്ങൾ രണ്ടാളും വന്നില്ലെങ്കിലും ഞാൻ ഇവിടുന്ന് പോവും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിക്കേ, നിന്നെ പോലെ വകതിരിവില്ലാതാവൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. നിന്റെ വാശി എന്നെ ജയിക്കട്ടെ. അമ്മാമ്മയുടെ സമ്മതം ചോദിച്ച് ഒരുമിച്ച് പോവാം. എനിക്ക് ഇവിടുന്ന് പോവാൻ അവരുടെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്കും വല്യമ്മയ്ക്കും വേണമെങ്കിൽ അവരോട് പോയി ചോദിച്ചോ. ഞങ്ങൾക്ക് ചോദിക്കണം, അല്ലെങ്കിൽ അത് മര്യാദകേടാവും. പ്രത്യേകിച്ചും
അവരുടെ സമ്മതമില്ലാതെ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയാൽ. വാ എഴുത്തി, അമ്മാമ്മയോട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഞാനില്ല ഗീതെ. നീ വരുന്നതിന് മുമ്പ് പലതവണ ഞാൻ അവരുടെ കാല് പിടിച്ചതാ. എന്നിട്ട് പിന്നെ എന്തും പറഞ്ഞ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എഴുതി. പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് ഏടത്തിയും കൂടെ വന്നാലല്ലാതെ അവര് കുട്ടിയെ വിടില്ല. അതുകൊണ്ടാ. ശരി, ചോദിക്കാതെ പോയാ അതും അമ്മയുടെ ദോഷമായിട്ടല്ലേ കാണൂ. വാ.